ഹല്ലേലൂയ. എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. ടുഡേയ്സ് മെസ്സേജ് ടൈറ്റിൽ ആത്മീയ പിന്മാറ്റത്തിൻ്റെ കാരണങ്ങൾ. 1 കൊരിന്ത്യർ 3:1 വായിക്കുന്നത് ക്രിസ്തുവിൽ ശിശുക്കൾ എന്ന് നാം വായിക്കുന്നുണ്ട്. എന്താണ് ആത്മീയ പിന്മാറ്റത്തിൻ്റെ കാരണങ്ങൾ? ദൈവിക കാര്യങ്ങളിലുള്ള എരിവും തീക്ഷ്ണതയും കുറയുന്നു. അതായത് ഒന്ന്, ആത്മാവിൽ അസഹിഷ്ണുത ഉണ്ടാകുക, മനസ്സിൽ സ്വയം പര്യാപ്തത തോന്നുക, സ്വഭാവത്തിൽ ജഡീകനായി മാറുന്നു, ഭാവിയെക്കുറിച്ച് ആശങ്കാകുലനാകുന്നു. ഭൗതികമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിലാകുമ്പോൾ രോഗം ഒക്കെ സൃഷ്ടിക്കപ്പെടുകയാണ്. 1 കൊരിന്ത്യർ 3:1-3 വായിക്കുമ്പം സുവിശേഷത്തോട് സ്നേഹം കുറയുകയും ഭൗതികത്തോട് ആസക്തി കൂടുകയും ചെയ്യുന്ന അവസ്ഥ അധികമാണ്. പ്രോസ്പെരിറ്റി തിയോളജി, അതുപോലെ തന്നെ സിവിലൈസേഷൻ ഓഫ് ഗോസ്പൽ, ഇങ്ങനെ ആത്മീയതയുടെ ടോളറൻസ് നഷ്ടപ്പെടുവാൻ ഇടയാകുന്നു. മറ്റൊരു വിധത്തിൽ പറയുമ്പോൾ കാർബൺ കോപ്പി ക്രിസ്ത്യൻസ് രൂപപ്പെട്ടു വരുന്നു. അവർക്ക് ശിഷ്യത്വം വേണ്ട, കൽപ്പന പാലിക്കേണ്ട, ക്രിസ്തുവിൻ്റെ ജീവിതം പോലെയാകാൻ ആഗ്രഹിക്കുന്നില്ല, വിശുദ്ധിയും വേർപാടും വേണ്ട, അനുഗ്രഹം മാത്രം മതി, ദൈവം നമ്മുടെ കൂടെ എന്ന അവസ്ഥ മാറി പണവും അധികാരവും കൂടെയിരിക്കുന്ന ഒരവസ്ഥ. പെന്തക്കോസ്ത് അനുഭവത്തിന് ഒരു മാതൃക, ഒരു സ്ട്രക്ചറുണ്ട്. ഓരോരുത്തരും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ചിട്ട് വചനം ഉപദേശിച്ചാൽ ആര് കേൾക്കാനാണ്? ഇക്കാലത്ത് മനുഷ്യരുടെയിൽ സാത്താൻ നടത്തുന്ന ഏറ്റവും ഭീകരമായ പ്രവൃത്തി ഉപദേശ സത്യങ്ങളെയും തിരുവഴുത്തിൽ കൂടി വെളിപ്പെടുത്തിയിരിക്കുന്ന ദൈവിക പ്രവൃത്തികളുടെയും വ്യാജ അനുകരണങ്ങൾ ഉണ്ടാക്കി വിശുദ്ധന്മാരെ പോലും വഞ്ചിക്കുക എന്നുള്ളതാണ്. തിരുവഴുത്ത് മനുഷ്യരോട് അരുളി ചെയ്തിരിക്കുന്നത് അത് അവയെ പരിശോധിച്ച് നാം അത് സ്വതം തിരിച്ചറിയുക എന്നുള്ളതാണ്. അവയെ ഡിസൈൻ ചെയ്യണം. സ്വതം അതുകൊണ്ട് നാം അതിനെ വിവേചിക്കണം. അതുകൊണ്ട് നാം അവയെ എഴുതപ്പെട്ട ദൈവവചന വെളിച്ചത്തിൽ പരിശോധിക്കണം. ദുരാത്മാക്കൾക്കും ദുരുപദേശങ്ങൾക്കുമെതിരെ പോരാടുവാൻ ഏറ്റവും അത്യന്താപേക്ഷിതമായ കാര്യം തിരുവചനം ശരിയായി അറിയുക എന്നുള്ളതാണ്. ആത്മീയ ലോകത്ത് കാണുന്ന എന്തിനേയും, പ്രത്യേകിച്ച് പ്രസിദ്ധരായവർ ചെയ്യുന്നതെല്ലാം വചനപ്രകാരമാണോ എന്ന് പരിശോധിക്കാതെ അനുകരിക്കുന്നത് വലിയ അപകടത്തിലേക്ക് സഭയെയും വിശ്വാസികളെയും എത്തിക്കുമെന്നുള്ളൊരു സംശയം വേണ്ട. യേശുക്രിസ്തുവിൻ്റെ ശബ്ദം ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നു, ഐഫോണിൽ $1 മില്യൺ വീഴുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആത്മീയ പിന്മാറ്റത്തിൻ്റെ കാരണങ്ങൾ എന്താണ്?